ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്ന പ്രേക്ഷകർ ഈ ബസ് ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിർത്തിയിരിക്കുന്നതായി കാണാം. ഈ ബസ് ഇവിടെ നിർത്തുന്നതിനുള്ള ഒരു കാരണം ഇത് മുണ്ടക്കയിൽ നിന്നും കൽപ്പറ്റയിലേക്ക് പോകുന്ന ബസ്സാണ്. പക്ഷേ അവസാന സർവീസ് എന്ന് പറയുന്നത് ഈ ചൂരൽമലയിലാണ്. ഈ ചൂരൽമലയിൽ നിർത്തി പുലർച്ചെ അതിരാവിലെ കൽപ്പറ്റയിലേക്ക് ജില്ലാ ആസ്ഥാനത്തേക്ക് പോകുന്ന ബസ്സാണ്. പക്ഷേ ഈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും പാലം ഒലിച്ചു പോവുകയും ഇല്ലാത്ത പുഴ, ഒരു പുതിയ പുഴ രൂപപ്പെടുകയും ചെയ്തതോടുകൂടി ഈ ബസ് ഇവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. നമുക്ക് ഈ ബസ് ഇവിടെ സാധാരണ എല്ലാ ദിവസവും ഹാൾട്ട് ചെയ്യുന്നതാണ്, നിർത്തിയിടുന്നതാണ്. ചൂരൽമലയിൽ നിന്ന് ഈ പാലം കടന്ന് മറുകര എത്തി അവിടെ ജംഗ്ഷനിലുള്ള ആളുകളെ എല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. അന്ന് വൈകുന്നേരവും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന വൈകുന്നേരവും സാധാരണ പോലെ തന്നെ ഈ KSRTC ബസിന്റെ ഡ്രൈവർ ഇവിടെ ബസ് നിർത്തി അദ്ദേഹം വീട്ടിലേക്ക് പോയതാണ്. പക്ഷേ തിരിച്ച് ഈ ബസ് എടുക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം അറിയുന്നത്, അതിന് നേരത്തെ തന്നെ അറിയുന്നത്, ഈ പാലം ഒലിച്ചു പോയി വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് ചായത്തോട്ടം, മറുഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശമാണ്. അവിടെ ബെയിലി പാലം നിർമ്മിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. ഈ രീതിയിലുള്ള വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഒരു ഭാഗത്തേക്ക് പോകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇല്ലാതായ ഒരു ദുരിതാവസ്ഥയിലാണ് ഈ നാട്ടുകാർ ഉള്ളത്. ഇനി ഈ ബസ് ഇവിടെ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഈ പാലം വരണം. ഇപ്പോൾ ബെയിലി പാലത്തിലൂടെ എന്തായാലും അത് കടക്കാൻ കഴിയില്ല. മറിച്ച് ഇനി പുനരധിവാസത്തിന്റെ ഭാഗമായി ബസ് കടന്നു പോകാനുള്ളൊരു സംവിധാനം ഒരുക്കിയാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. നിങ്ങൾ ഈ നാട്ടുകാരാണോ? ഓക്കെ, അവര് ഈ നാട്ടുകാരല്ല. എന്തായാലും വലിയ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. ആ ദുരന്തത്തിൽ ഈ പെട്ടുപോയതിന് ഒരു ഉദാഹരണം മാത്രമാണ് ഈ ബസ് എന്നത്. എന്തായാലും നിരവധി ആളുകൾക്ക് ആശ്രയമായിരുന്ന ഒരു ബസ് ഇങ്ങനെ കുടുങ്ങിപ്പോയി ഇരിക്കുന്നു. ഈ ബസ്സിൽ നിരന്തരം ദിവസേന യാത്ര ചെയ്തിരുന്ന നിരവധി മനുഷ്യർ കാണാനില്ല. നിരവധി മനുഷ്യർ അവരുടെ ജീവൻ പൊലിഞ്ഞുപോയി. എന്തായാലും ഈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകളിൽ ഈ സ്ഥിരമായി പ്രേക്ഷകർ കാണുന്ന ഒരു ബസ് ആണിത്. അതുകൊണ്ടാണ് ഈ ബസ് ഈ എന്താണ് എന്നുള്ള ഒരു വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, വയനാട്.